ഗായത്രി. ലക്ഷ്മിക്കുട്ടി. ലക്ഷ്മിക്കുട്ടി. ലക്ഷ്മി ദാസ്. ഓ പിന്നെ നീ അങ്ങനെ ലക്ഷ്മിക്കുട്ടി ഇല്ലയോ? എന്താ എന്റെ ഉദ്ദേശം? താനാ? ഞാൻ ദേവേട്ടൻ. എന്റെ കണ്ണിൽ കുരുവൊന്നുമില്ല. ആളെ മനസ്സിലാക്കിയിട്ട് തന്നെ വിളിച്ചത്. അതെ, എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. പറഞ്ഞോ. അത് കഴിഞ്ഞ ദിവസം അങ്ങനെ സംഭവിച്ചത് എന്റെ തെറ്റുകൊണ്ട് തന്നെ. എന്നാലും അടി താൻ തല്ലുവോ? കാര്യം പറഞ്ഞ പോരെ. എടോ സോറി, അങ്ങനെ പറ്റിപ്പോയി. ശരി പൊക്കോ. എടോ താൻ ചേച്ചി എടോ താനിങ്ങനെ പെണങ്ങല്ലേ, ഞാൻ കാര്യം പറഞ്ഞല്ലോ. എന്ത്? ഞാൻ പറഞ്ഞതിനുള്ള മറുപടി ഒന്നും അല്ലല്ലോ അത്. എടോ ഞാൻ എങ്ങനെ തന്നെ കുട്ടിക്കാലത്തിന് എടുത്തോണ്ട് നടന്ന് കൊഞ്ചിച്ച് നടന്നു പറയാനാണ് കുത്തും ഞാൻ. പിന്നെ എനിക്ക് സത്യമായിട്ട് എനിക്കെല്ലാം ദേഷ്യം വരുന്നുണ്ട്. ഞാൻ പിന്നെ ഒന്നും ചെയ്യാത്ത എന്താണെന്നറിയോ? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായോണ്ടാ. എടോ ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. പറ്റത്തില്ല, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി. താൻ ശല്യം. പറയ്. ശല്യമാവുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ താൻ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്റെ കാര്യം. പിന്നെ താൻ കൂടെ അങ്ങനെ പറഞ്ഞപ്പോ എനിക്കെന്തോ പെട്ടെന്ന് എന്നെ കളിയാക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ താൻ ഗായത്രിയുടെ കാര്യം പറഞ്ഞപ്പോ എടോ ഒരിക്കലും എല്ലാം ഞാൻ നേടിയെന്ന് അഹങ്കരിച്ചവനാ. കൺമുമ്പിൽ ഓരോന്നില്ലാതായപ്പോ പറ്റിയില്ല എന്നെ കൊണ്ട്. വേദനകളെല്ലാം കടിച്ചമർത്തി നിൽക്കുക. തന്നോടുള്ള ദേഷ്യവും ഇഷ്ടക്കുറവുണ്ടോ ഒന്നുമല്ല.